This is memory for. Alright. Bro, what is it? Okay. നിങ്ങളൊന്ന് വരുമോ ഫ്രണ്ട്ലിക്ക് 6 പേരും പ്ലീസ്. 6 അല്ലേ 6 കൂടി വേണം കേട്ടോ. Thank you. Thank you. Thank you. Congratulations. Next year, Rajaprio. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഓർമ്മത്തണൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മ രൂപപ്പെടാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പല ബാച്ചുകാരും ഇവിടെ ഗെറ്റുഗദർ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കും ഒന്ന് സംഘടിപ്പിച്ചുകൂടാ എന്ന ഒരു ആലോചന ഇന്ന് 92 ബാച്ചിലെ ഒരു കൂട്ടായ്മയായി രൂപം കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ അതിൻ്റെ ആദ്യ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ആഘോഷമായി അത് പങ്കെടുപ്പിക്കുകയും ഒരുപാട് നമ്മളൊപ്പം പഠിച്ച സുഹൃത്തുക്കൾ ഒത്തുചേരുകയും ഒരു ദിവസം മതിമറന്ന് ആഘോഷിച്ച് നമ്മുടെ വിദ്യാലയങ്ങളെ നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ആദരിക്കുകയും അവരുടെ സ്വതവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത് സന്തോഷമായി നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോവുകയാണ്. കേവലം ഈ ഒരു ദിവസത്തെ ആഘോഷം മാത്രമാക്കിയിട്ടല്ല ഞങ്ങൾ ഇത് മാറ്റിയത്. നമ്മോടൊപ്പം പഠിച്ച പല കൂട്ടുകാരും ചില കാരണങ്ങളാൽ അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ അവർക്കൊരു സഹായമായി അവരുടെ അടുത്ത് എത്താറുണ്ട്. പലതരത്തിൽ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അത് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നമ്മളൊപ്പം ഉണ്ടായിരുന്ന മനോജ് എന്ന ഒരു വ്യക്തി കൂട്ടുകാരെ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വളരെ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നുള്ളതെന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ അറിയിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ കേവലം സ്കൂൾ സമയത്തുള്ള കൂട്ടായ്മ എന്നതിലുപരി നമ്മോടൊപ്പം ഉള്ളവരെ സഹായിക്കുക എന്നുകൂടെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. എന്തായാലും ഈ 2023 ഡിസംബർ 24 നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഔദ്യോഗികമായി സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് എത്താകട്ടെ. കാരണം നമ്മൾ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ അധ്യാപകരുടെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് നമുക്കിപ്പോൾ അല്ലേ കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല കഴിഞ്ഞിട്ടോ ഓരോരുത്തരും ദീപപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹം നല്ല കഴിഞ്ഞിട്ട് പ്രഭാതിക്കുന്ന സാധാരണ ഫംഗ്ഷന് പോകാറില്ല. അപ്പൊ നമ്മള് ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് ഒരുപാട് സന്തോഷം ടീച്ചറെ. താങ്ക് യു സോ മച്ച്.
Thank you, teachers. Thank you so much. Alright. So, ഓർമ്മത്തണൽ നമ്മുടെ 10th ബാച്ചിന്റെ 2023 ഗ്യാതറിങ്ങിനുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമാണ് ഈ കേക്ക്. Thank you, teacher. അപ്പോൾ എന്താ പാടുക? Happy Christmas, Happy New Year. Thank you, teacher. Thank you, student. അപ്പോൾ എല്ലാവർക്കും സന്തോഷം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ടീച്ചർക്ക് ഒരു പീസ് വാങ്ങിച്ചു കൊടുക്കും. എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കാം. ഞാൻ പീസാക്കി തരാം. എന്റെ കഷ്ടപ്പാട് നിങ്ങൾ ആരും കാണുന്നുണ്ടോ? ഫോണോ മൈക്ക് ആർക്കെങ്കിലും ഒന്ന് കട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ലല്ലോ. പ്ലേറ്റ് വാങ്ങും. അപ്പൊ ടീച്ചർക്ക് നേരത്തെ പോകണ്ട. അപ്പൊ ടീച്ചറെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു ടീച്ചർ. മൊമെന്റോ നൽകുന്നത് അഭിലാഷ്. Thank you so much. Alright, thank you so much. സാറിന്റെ ഒരു 2 വാക്കാവാം അല്ലേ? ഫോട്ടോ എടുക്കാൻ പറയണ്ടേ, നമുക്ക് പോസ്റ്റ് ചെയ്യൂലേ? അരവിന്ദാക്ഷൻ അവരുടെ സ്വാഗത വരിയിലുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ അവരുടെ പിന്നെ വലിയ സ്വാർത്ഥതയോടുകൂടെ പറയുകയാണ്, പലരും 92-ന്റെ മാത്രം അധ്യാപകരല്ല, 76-ലുള്ള എൻ്റെ കൂടി അധ്യാപകരാണ് ഈ വേദിയിലുള്ള പലരും എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും കുറെ മാറ്റങ്ങൾ നോക്കുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അധ്യാപകരില് അന്നത്തെ അധ്യാപകർ തന്നെയാണ് ഇന്നും ഒരു ക്ലാസ് പുസ്തകം എടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്നാൽ ഒരു മാറ്റവും അവരുടെ മുഖത്തെ കാണുന്നില്ല. അത് ജഗദീശ്വരൻ ആ രീതിയിൽ തന്നെ അവർക്ക് ആയുരാരോഗ്യം നൽകട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ അധ്യക്ഷവേദിയിലുള്ള കുറച്ചു മുമ്പേ പോയി എൻ്റെ കൂടി ഗുരുനാഥനായിട്ടുള്ള മുണ്ടൻ മാസ്റ്റർ, സുധ ടീച്ചർ, സീതാലക്ഷ്മി ടീച്ചർ, സഹദേവ മാസ്റ്റർ, ഉണ്ണീകൃഷ്ണൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ, നാരായണ മാസ്റ്റർ, അതുപോലെ തന്നെ 92-ന്റെ ഓർമ്മത്തണൽ കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു സുഹൃത്തുക്കളെ, നമസ്കാരം. ആദ്യമായി തന്നെ നിങ്ങളുടെ ഒരു ഓർമ്മത്തണൽ എന്നുള്ള ഈ 92 ബാച്ചിന്റെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കുകയും ആ സംഗമത്തിലവർക്ക് എന്നെ കൂടി ഉൾപ്പെടുത്തുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി നിങ്ങളോട് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓട്ടത്തിൽ ഓടുന്നതും ഈ സ്റ്റേജ് പെർഫോമൻസും എല്ലാം നമ്മുടെ അപ്പൊ നല്ലൊരു സന്തോഷ നിമിഷമാണ്. സീതാലക്ഷ്മി ടീച്ചർക്ക് ആഗ്രഹം മൊമെന്റോ വെച്ചു കൊടുക്കുന്നു. നിങ്ങൾ കയ്യിൽ നിർത്തണ്ടാ, നിങ്ങൾ കയ്യിലില്ലാൻ വേണ്ടി മാത്രം. താങ്ക് യു സോ മച്ച്. ഈ സന്തോഷ നിമിഷം നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.
ഇട്ട് നടന്നിരുന്ന പാവാടി ജാക്കറ്റിൽ ഇട്ട് ഓടി നടന്നിരുന്നത് ഇന്ന് അമ്മയും അച്ഛനും ആയി ഒരാൾ മുത്തശ്ശി കഴിഞ്ഞു. ഇത്രയും ഓർമ്മിച്ച് നിങ്ങൾ വീണ്ടും ഈ സ്കൂളിലേക്ക് അല്ല ഈ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളെ ഓർമ്മിച്ച് വിളിച്ചപ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. ടീച്ചർമാർക്ക് മാത്രമേ കിട്ടും. അധ്യാപകരുടെ വലിയ സ്വത്താണത്. എവിടെ പോയാലും എൻ്റെ ടീച്ചർ പറഞ്ഞ് നിങ്ങൾ ഓടി വരുമ്പോൾ അതിലും മീതെ സ്വത്തില്ല. എന്നെ നന്നായി അനുഭവിച്ചതാണ്. വഴികളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വന്നാലും നിങ്ങൾ മക്കളെ ഞങ്ങൾ ഈ ഓരോ കൊല്ലം 400 കുട്ടികളിങ്ങനെ വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ വളരെ അടുത്തുള്ളവരെ മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയൂ. പിന്നെ രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വന്നാൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞ എന്നെ കണ്ട പോലെ ഞാൻ അന്ന് കുറേ മുടിയിലായിരുന്നു, നെഞ്ഞൊരു പോലെയായിരുന്നു. ഇന്നതൊക്കെ പോയി ഈ വാർദ്ധക്യത്തിലെത്തി. അപ്പൊ നിങ്ങൾക്ക് മാറ്റം വന്നു, ഞങ്ങൾക്ക് മാറ്റം വന്നു. പക്ഷെ മനസ്സിന് മാറ്റം വന്നിട്ടില്ല. അന്നത്തെ കുട്ടികളായി നിങ്ങളിവിടെ ഓടിയെത്തി, അന്നത്തെ ടീച്ചർമാരായി ഞങ്ങളും ഓടിയെത്തി. അവ കാരണങ്ങൾക്കൊന്നും സ്നേഹബന്ധത്തെ കളയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് വിദ്യയുടെ ഏറ്റവും വലിയ ഒരു സ്വത്ത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നതുപോലെ തന്നെ സ്നേഹവും സൽസ്വഭാവവും സർവധനാൽ പ്രധാനമാണ്. മക്കളെ, നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്നിപ്പോ ഫോണിന്റെ സൗകര്യം കാരണം എല്ലാവരോടും നമ്മൾ തമ്മിൽ വർത്തമാനം പറയാം. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങളിവിടെ ഓടിയെത്തി സരസ്വതി ക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നത് അതിയായൊരു ഭാഗ്യം തന്നെ. പക്ഷേ കുറച്ച് പേരൊക്കെ ഇടയിലടി ഉടനെ രാവിലെ ടീച്ചർ ഞാൻ ആദ്യം ഒപ്പം ചേർന്നതാണ്. നിങ്ങളെ ടീച്ചർ ആ കാലത്തിന് പോയി. നമ്മൾ നാളത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. എങ്കിലും ഈ ക്ഷേത്രം അതുപോലെ നിൽക്കും. ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നിങ്ങളും ഞങ്ങളും നമ്മുടെ ത്യാഗവും സേവനവും ചെയ്യണം. നിങ്ങളെല്ലാവരും ഒരുമിച്ചെത്തി നിങ്ങളുടെ മക്കളെയും അത് പഠിപ്പിച്ചു വളർത്തണം. വിദ്യയുടെ സ്വത്തുകൂടെ അതിനോടൊപ്പം സത്സംഗം സ്നേഹം എന്ന ഭാവം നിങ്ങൾ എന്നെന്നും വളരട്ടെ. നാടിനും വീടിനും നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 84 രൂപ 50 കൊല്ലമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോയി. അപ്പോൾ ഞാൻ എത്താന്ന് പറഞ്ഞത് അതിലേക്ക് കഴിഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആശംസിച്ച് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ഒക്കെ. വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, 13 കൊല്ലത്തിന് ശേഷം നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരു 30 കൊല്ലം പുറകിലോട്ട് പോയിരിക്കുകയാണ്. ഇന്നത്തെ ആ മൂഡ് അങ്ങനെയാണ്. ആ ദുർഘട കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിരിക്കുന്നു. ഈ വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ ജീവിതം കരുപിടിപ്പിച്ച് ജീവിതത്തിന്റെ നാനാതുറകൾ എത്തിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ചാരിതാർത്ഥ്യവും. മക്കളും ശിഷ്യന്മാരെ പോലെ വളർന്ന് വലുതായി അവരെ Krishna is honoring our Sabbath master, and Videsh is going to give a memento. Thank you. എന്താ കയ്യടിക്കാൻ പോലെ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വെളിച്ചം, ആ സന്തോഷം, ആ പുഞ്ചിരി, അത് കാരണം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അയാൾ ആ സ്നേഹം എന്താ ഞാൻ പറയേണ്ടത്, ആ സ്നേഹം ഉയർത്തുന്ന കാരണം കൊണ്ടാണ് എനിക്ക് എത്ര കുറച്ച് വർഷം സഹിച്ചത് ഞാൻ ഇവിടെ എത്തിയത്. തന്നെ വരാൻ വേണ്ടി ആരും വേണം. വീട്ടിലെ മകനാണ് കൊണ്ടുപോയത്. ഇതുപോലെ ഒരു ടൂറ് കഴിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ ആരുമില്ല. എങ്കിലും എനിക്ക് ഇവിടെ എത്താമെന്ന് മനസ്സിലാക്കി
എന്നും മനസ്സിൽ ഓർമ്മകളിൽ നാളും വെച്ച് ഇതൊക്കെ കണ്ടു മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ വായിച്ചു കഴിയുന്നെങ്കിലും അന്ന് കാണുമ്പോൾ പറയാറില്ലേ നമ്മള് അതുപോലെ എല്ലാം എന്തോ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും എല്ലാം പ്രദാനം ചെയ്തു നിങ്ങളെ. എന്തൊക്കെയാണ് എനിക്ക് പറയേണ്ടതെന്ന് മനസ്സില്ല. അത്ര വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അവതാരകക്കുട്ടി ആദ്യം തന്നെ ഇൻട്രസ്റ്റിംഗ് രസകരമാക്കി സ്റ്റേജ്. പിന്നെ പല നിങ്ങളുടെ ഓരോരുത്തരുടെയും പറച്ചിലും എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. പഴയ കാലങ്ങളിലേക്ക് ഇങ്ങനെ തെന്നി പോകണം മനസ്സ്. പൂർണ്ണമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല. അത്രയും മനസ്സിൽ ഉണ്ട്. നിങ്ങളെ സമ്പാദിച്ചതേ ഞങ്ങൾ തന്നെ നേട്ടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് എന്ന് ഞങ്ങളുടെ സമ്പത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളോടുള്ള സ്നേഹം നിലനിർത്തണം. പക്ഷെ അതോടൊപ്പം ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനും കഴിയണം. കാരണം ഒരു വിമർശനാത്മക ബുദ്ധി നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം. അങ്ങനെ അപ്പടി സ്വീകരിക്കരുത്. അതിനെ ഒന്ന് ചർച്ച ചെയ്ത് മനസ്സിലിട്ട് ഉൾക്കഴിച്ചിട്ട് ഒരു വ്യക്തിപരമായിട്ട് റദ്ദാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആശയങ്ങളെ, തത്വസംഹിതകളെ, വിചാരങ്ങളെ ഒക്കെ നമ്മുടെ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. അതൊരു വേറെ തരത്തിൽ എടുക്കരുത്. അങ്ങനെ ഒരു വിമർശനാത്മക ബുദ്ധി, ഒരു ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പറയാണ്. പിന്നെ നിനക്ക് ഗർഭപ്രസവാദിനിടയാൽ മനം കലങ്ങാതെ ലഭിച്ച കുഞ്ഞിവൻ എന്നത്രേ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന പാർവതിയോട് ശിവൻ പറഞ്ഞത്. അത്തരമൊരു മനോഭാവത്തിന് ഏതൊരു അധ്യാപകനും ഉണ്ടാവുള്ളൂ, യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെ തോന്നുള്ളൂ. അതിപ്പോ ഓരോ പക്ഷികളും വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ശരി, അവരെ കാണുമ്പോൾ മുഖങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ പേര് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അശ്വസിലേക്ക് നീങ്ങുന്നൊരു പേടിയുണ്ടെങ്കിൽ ഒന്നും പലപ്പോഴും പല പേരുകളൊന്നും ഓർത്തെടുക്കാൻ കഴിയില്ല. ഇപ്പൊ എവിടെ വായിച്ചു, ഏതോ ഒരു പുസ്തകത്തിലാണ് തോന്നുന്നു, കുറെ ഒരു ആളുകളെ ഒരു ജനസമൂഹം മുഴുവൻ എന്ത് ചെയ്യാണ്ടേ ഓർമ്മ കിട്ടാണ്ടേ അവരിങ്ങനെ ഓർമ്മ നശിച്ചു പോകും, ഓർമ്മ കിട്ടണില്ല. അപ്പൊ ഓരോ കല്ലിന്റെ മുകളിൽ അവർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ച് പിന്നീട് നോക്കാലോ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ. അത്തരത്തിലൊരു അവസ്ഥയ്ക്ക് നീങ്ങുമോ എനിക്ക് ചിലപ്പോൾ സംശയിച്ചെന്നാറില്ല. കാരണം പലതും ഇങ്ങനെ മറന്നു പോവാ. വീണ്ടും ഓർക്കുമ്പോ വീണ്ടും റെഫർ ചെയ്യുമ്പോ ഓർമ്മ വരുന്നുണ്ട്. എല്ലാവരും വളരെയധികം സന്തോഷം ഇവിടേക്ക് പ്രവേശിച്ചതില്, സ്നേഹോഷ്മളമായ നിങ്ങളുടെ സ്വീകരണത്തിലും നിങ്ങളെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവർക്കും എല്ലായ്പ്പോഴും ഈശ്വരൻ നന്മ നൽകട്ടെ. വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ച് ടീച്ചറെ ഒരു നാളായിട്ട് ഞാൻ 1975 വിദ്യാർത്ഥിയാണ്. പ്രണയ ഭാഷയിൽ ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു ഓർമ്മ കൂടി ഇന്നിപ്പോൾ നിങ്ങളോടൊക്കെ പോകുമ്പോൾ ഓർമ്മ. പിന്നെ 92 വിദ്യാർത്ഥികൾ അവരെ കാണുമ്പോൾ എൻ്റെ പഴയ കാലത്തെ ഓർമ്മകളെയും വിദ്യാലയത്തിലേക്ക് വരുന്നത്. കുറേ കാലം ഞാൻ നടന്നു കാണാറില്ല. ഒരുപാട് കുട്ടികൾ ഈ വിദ്യാലയത്തിൽ നടന്നു ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ 30-39 വർഷത്തെ പഴക്കം കാണുമ്പോൾ പലരുടെ പേരുകളൊക്കെ മറന്നു വരുന്നെങ്കിലും അത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് മനോജും ഇതൊക്കെ വേണ്ടി വന്നപ്പോൾ എന്നോട് തന്നെയാണ് വേണ്ടി ചോദിച്ചു വരുന്നത്. അത് ഞാനും അന്നത്തെ രൂപത്തിലല്ല കഥയൊക്കെ നടിച്ചിട്ട് മനോജും കഥയൊക്കെ നടിച്ചപ്പോൾ ഞാനൊക്കെ അന്തപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നി. പക്ഷെ അത് നമുക്ക് മനസ്സിലായി വന്നതോടുകൂടി നമ്മളൊരു സന്തോഷം വന്നു. ഈ സന്തോഷം നിങ്ങളുടെ ഇടയിൽ എന്നും നിലനിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവി ജീവിതം പാത്രമാകാൻ വേണ്ടി ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
മുരളിമാസ് എപ്പോഴും ടീച്ചറിനാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ടീച്ചർ തന്നെയാണ് വരുന്നത്. എല്ലാവരെയും കാണുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കാണ് എനർജി ഫീൽ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ബീയിങ് ഹിയർ ഫോർ അധ്യാപകന്മാരെ, സദസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, 92 ബാച്ച് ഇത്ര ഗംഭീരമായ ഒരു പരിപാടി ആഘോഷങ്ങളിൽ നടത്താറുള്ള അനുഭവിച്ചറിഞ്ഞവനാണ്. ഇന്നലെ ഉച്ചവരെയും ഞാൻ ഈ വിദ്യാലയത്തിൽ മറ്റൊരു പരിപാടിയായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അപ്പൊ ഇവിടെ ഇത്ര വലിയൊരു സംഗമം സംഘടിപ്പിക്കും ഈ സംഘാടക സമിതിയെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കസേരകൾ വരുന്നു, സ്റ്റേജ് ഉണ്ടാക്കുന്നു, അങ്ങനെ പലതും നടന്നു. ഞാൻ 13ഓളം ഈ വിദ്യാലയത്തിലെ സംഗമങ്ങളിൽ ബാച്ചുകൾ പങ്കെടുത്തു. എന്നാൽ ഇതുപോലെ സംഗമം ഞാൻ ആദ്യമായാണ്. അതിന് സംഘാടക സമിതിയോടും മറ്റ് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും 92 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സംഗമമാണ് നടക്കുന്നതെന്ന് വന്നു കയറിയപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം വന്നു. ഒരു റിയാലിറ്റി ഷോ നടത്തുന്ന പോലെയാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. അതിന് ഈ സംഘാടക സമിതിയിലെ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. If you shine, you can't shine. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലജ്ജയോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലോ ഹീറോ ആവാൻ സാധിക്കില്ല. എന്നാൽ അവൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഒന്ന് പറയാനും ഒന്ന് പ്രവർത്തിക്കാനും അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവൻ ഇത്തരത്തിലുള്ള എല്ലാ രംഗങ്ങളിലും ഷൈൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങളിലെ ഓരോ വിദ്യാർത്ഥിയെയും എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥികളായാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ എവിടെ വെച്ച് കണ്ടാലും എന്നെ ആദരിക്കാൻ അവർ വരണമെന്ന് വിചാരിക്കാൻ നിൽക്കാറില്ല. അവരെ കണ്ടാൽ അങ്ങോട്ടേക്ക് ഓടിച്ചേരും. ഇവിടെ പറഞ്ഞു എന്നെ എവിടെയും എപ്പോഴും കാണാമെന്ന്. എന്റെ മുറ്റം എന്ന് പറയുന്നത് തന്നെ റോഡാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിധം ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു പോയ ഏവരെയും എപ്പോഴും കാണാറുണ്ട്. കാണുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാറുണ്ട്, ക്ഷേമാന്വേഷണം നടത്താറുണ്ട്. കൂടുതലായിട്ട് വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളുടെ ഈ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ. നിങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ നൽകിയിരുന്ന സ്നേഹം പൂർവ്വ വിദ്യാർത്ഥികളായപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. ഇന്നും അത് ഞാൻ നേടിക്കൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ മുൻദക്ഷിണ. അത് ഞാൻ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിൽ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്ക് സമൂഹത്തിലും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും നല്ലവരായി ജീവിക്കാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നിങ്ങളുടെ മക്കളാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടാനും അതുപോലെ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണം എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ജഗദീശ്വരനോടും നമ്മളോടും ആവശ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് പറഞ്ഞ പോലെ മാസ്റ്റർ ക്ലാസ്സിലേക്ക് പറ്റില്ല. പക്ഷേ എല്ലാ വിശേഷങ്ങളും എന്ന് ഞാൻ അതിനെ എന്നെ അനീതി പഠിപ്പിച്ചിട്ടുണ്ട്. സോ അന്നത്തെ ഏറ്റവും സുന്ദരന്മാരായ മാസ്റ്ററിൽ ഒരാളാണ് നാരായണ മാസ്റ്റർ പ്ലസ് രവി മാസ്റ്റർ അല്ലേ. അന്നത്തെ ഗ്ലാമറസ് ജാക്കോ മാസ്റ്റർമാരിലുള്ള രണ്ടുപേരിൽ ഒരാളാണ് നാരായണ മാസ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, അതുപോലെ 92 ബാച്ചിലെ കൂട്ടുകാരെ, ഏകദേശം 2006 ലാൽ ജോസിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, ക്ലാസ്മേറ്റ്സ്. ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് അതിലെ പ്രധാനപ്പെട്ട പ്രമേയം തന്നെ പഴയ കാലത്തെ കുട്ടികളെല്ലാം കൂടി ഒരു കോളേജിൽ ഒത്തുചേരുകയും ഓർമ്മകൾ അയവിറക്കുകയും അങ്ങനെയൊന്നും ഇതിന്റെ പ്രമേയം. അത് കണ്ട എല്ലാവർക്കും പിന്നീട് ഗെറ്റ് ടുഗദർ വേണം എന്നുള്ള പ്ലാനിങ് തുടങ്ങി. അവിടെ മുതലാണ് ഗെറ്റ് ടുഗദർ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ അതിനുശേഷം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗ്രൂപ്പ്, ഡിഗ്രി പഠിക്കുന്ന ഗ്രൂപ്പ്, BEd പഠിക്കുന്ന ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായി. അപ്പൊ 91-ലാണ് ഇവരുടെ ഈ ബാച്ചിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ചേർന്നത്. ഇപ്പൊ ഈ വർഷം നിങ്ങളുടെ ഈ എട്ടുകൾ നടക്കുന്ന ഈ വർഷം ഇവിടെ പിരിയാൻ പോവുകയാണ്. അപ്പൊ അത് ഏകദേശം 33 വർഷം ഈ വിദ്യാലയത്തില് പണിയെടുത്തു.
ഇപ്പോൾ 6 മാസമായിട്ട് ലക്ഷ്യമാണ്. അതേപോലെ തന്നെ 83 ഇവിടെ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്, ഇത് പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റുഗതർ 9 ക്ലാസ്സിൽ കഴിഞ്ഞു, 9 ഗെറ്റുഗതർ കഴിഞ്ഞു. അതിൽ പലതും ഈ വിദ്യാലയത്തിൽ വെച്ച് 2-3 ഗെറ്റുഗതർ നടന്നു. പിന്നെ മലമ്പുഴ, കൊച്ചി, അതുപോലെ അഹല്യ, അങ്ങനെ പല സ്ഥലങ്ങളിലും. അതുപോലെ നാടകങ്ങളുണ്ട്, പബ്ബിലുണ്ട്, നാടകങ്ങളുണ്ട്. കടപ്പുറത്ത് വമ്പൻ ബിസിനസ് നടത്തുന്ന ഒരാളുണ്ട്, ചിന്തിച്ചവരുണ്ട്, PK ബേക്കറിയുടെ ഉടമ. കണ്ടതാണ് സിനിമ നടനാണ്. അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്, പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ വിവിധ മേഖലകളിൽ വിവിധ ടീച്ചർമാരുണ്ട്, റെയിൽവേയിൽ കുറേ പേരുണ്ട്. അപ്പോൾ വിവിധ മേഖലകളിൽ ഉള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുകയും ഈ ഒരു ദിവസം കിട്ടുന്ന ആ ഊർജം പിന്നീട് നമ്മളെ മുന്നോട്ട് നയിക്കും. ഇപ്പോൾ പല ഗെറ്റുകളും ജീവിതം. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ സമ്പാദ്യം കൊണ്ട് സ്കൂളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തന്നാൽ നമുക്ക് സന്തോഷം. അപ്പോൾ ഇവരും ഈ ബാച്ചാലും ഇനി ഇപ്പോൾ ഒരു ഗെറ്റുകളുടെ പ്രളയമാണ് ഈ ഒരു 10 ദിവസം. അച്ഛനുണ്ട് രാമകൃഷ്ണ മാഷ്, ഞാൻ വിട്ടുപോയി. രാമകൃഷ്ണ മാഷ് സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. നല്ല കൈയെടുത്ത് നമുക്ക് അച്ഛൻ മാഷിനെയും കയ്യിലെടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളൊക്കെ ഇങ്ങനെ അറിയിക്കുന്ന മക്കളോടൊപ്പം സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തരെയും നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. 2 വാക്ക് സംസാരിക്കുക നമ്മുടെ കടമ്പൂർ കോപ്പറേറ്റീവ്. ഹാപ്പിയല്ലേ? എന്തൊന്ന് തിരിച്ചാല് നമസ്തേ. ഓക്കെ, താങ്ക് യു. Adulya, on behalf of Bodhi, Adulya, her father is receiving the prize. അടുത്തത് എന്റെ മോന് തന്നെയാണ്, അബിൻ CA. Abid, please come on to the stage to receive the prize from the 92 batch. കൊടുക്കുന്നതിനായി സഹദേവ് മാസ്റ്റർ ക്ഷണിക്കുന്നു. Sahdev Master, please. നല്ല കൈയടിയാവാൻ. അടുത്തത് നമ്മുടെ അഭിലാഷിന്റെ സിഗ്നേച്ചർ ആണ്. ഓക്കേ, സുനിത, can you join for photography please? വരൂ. മുരളി മാസ്റ്റർ ക്ഷണിക്കുന്നു. Okay, so thank you so much, Mulle Master. And Sunita, Sunita, very സന്തോഷമല്ലേ? Congratulations once again. To be cried, so you have a complete family. No? How many families we are? Hundreds of families are with you to help to go through your life. Congratulations, and then we remember always your husband and family for sure. Thank you so much. Another guide out there, please.
ആര്യ പ്ലീസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി ശ്രീകുമാരനെ ക്ഷണിക്കുന്നു. ശ്രീകുമാർ, come on to the stage to give away the prize. ഇതിലൊക്കെ ഷോഗ്യ നമുക്ക് കാണാനുണ്ട്. അടുത്തത് അപർണ ഡോക്ടർ ഓഫ് പത്മജ ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി പ്രിയയെ ക്ഷണിക്കുന്നു. അപർണ, alright. Next. Okay, next. പിന്നെ നമ്മുടെ ഈ ചടങ്ങിന് സ്കൂൾ അനുസരിച്ചിരുന്ന ശ്രീ മാനേജർ ശ്രീ ഗോപിനാഥ് സാർ ഇവിടെ ഇല്ല, അദ്ദേഹം എത്തിച്ചേരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും എന്റെ പേരിലും വാർത്തകളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും. പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ വന്ന എല്ലാ ഗുരുജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും. പിന്നെ സ്കൂൾ സ്റ്റേറ്റ് ലെവൽ സ്പോർട്സ് മെഡലിസ്റ്റ് അനശ്വറിന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ ഉപകാരം സ്വീകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തും. പിന്നെ എല്ലാ A+ സ്റ്റുഡൻസ് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നവർ ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന KC ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ വിഷ്ണു, നമ്മുടെ സ്റ്റേജും അതുപോലെ ഡെക്കറേഷൻ സാധനങ്ങൾ തന്ന പാലക്കൽ ഡെക്കറേഷനും, അതുപോലെ നമ്മുടെ ഭക്ഷണം ഒരുക്കുന്ന കാറ്ററിംഗ്സിനും അത് നല്ലപോലെ നമുക്ക് സർവ് ചെയ്ത് ചേർന്ന ചേച്ചിമാർക്കും, പിന്നെ സർവോപരി എല്ലാ മെമ്പർമാർക്കും സംഘാടകർക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നതോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ോൾ
സംഘാടകർ